രാക്കനവിലെ നിലാകവിതയോ നീ, ഈ പകലിലെ പോക്കുവെയിലോ നീ, പിടഞ്ഞുണരും കനൽമിഴിയോ പതഞ്ഞുയരും കടൽ തിരയോ. സുദീപ് ശ്രുതിയുടെ കാര്യത്തിൽ കൂടുതൽ താല്പര്യമെടുക്കുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്ന് പറയുന്ന ജയസുധ. ഇതിൽ പ്രതിഷേധിക്കുന്ന സുദീപ്. ഒടുവിൽ അവൾ സുദീപിനോട് മയത്തിൽ സംസാരിക്കുന്നു. അബോധാവസ്ഥയിൽ നിന്നും ഉണരുന്ന ശ്രുതി. അവൾ താൻ എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് അരുൺ തോമസിനോട് ചോദിക്കുന്നു. ശ്രുതിയെ ഉടൻ തന്നെ മുറിയിലേക്ക് മാറ്റാമെന്ന് ഡോക്ടർ രാഖി പറയുന്നു. ശ്രുതിയെ കാണാൻ വരുന്ന സവിത. തൻ്റെ ഹോസ്പിറ്റൽ ആവശ്യത്തിനായി കുറച്ച് പണം ബാങ്കിൽ നിന്ന് എടുക്കണമെന്ന് പറയുന്ന ശ്രുതി. അരുൺ തോമസ് ആശുപത്രിയിൽ ശ്രുതിക്ക് കൂട്ടിരിക്കുകയാണെന്ന് ലില്ലിക്കുട്ടി അമ്മച്ചിയോട് പറയുന്ന സിറിൽ. ഇനി തുടർന്ന് കാണുക. കണ്ണിൽ നല്ല ഉറക്കക്ഷണം കാണുന്നുണ്ട്. അതേ വീട്ടിലെ എല്ലാവർക്കും അറിയാം കല്യാണച്ചക്കൻ ഇന്നലെ രാത്രി മണിയറയിലല്ല കിടന്നേന്ന്. സാറുവാ. അമ്മേ കേറി വാ. വാ മോളെ. വാ സുധീപേട്ട. അച്ഛൻ എന്തി അമ്മേ? മുറിയിലുണ്ട്. അമ്മാവനിന്ന് ഡ്യൂട്ടിയിലായിരുന്നോ? ആ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. നിങ്ങൾ വരുമെന്ന് അറിഞ്ഞോണ്ട് ഇന്ന് പോയില്ല. എന്താ അമ്മേ? ഇരിക്ക് സുധീപേട്ട. ഇരിക്കെ. ഇങ്ങോട്ട് പോരുമ്പോ എല്ലാരും എന്തു പറഞ്ഞു? എന്തു പറയാനാ? സബിത എന്തു പറഞ്ഞു? പോയിട്ട് ഇന്ന് തന്നെ തിരിച്ചു ചെല്ലണോന്ന് പറഞ്ഞു. ആഹാ, പോണോ പോണ്ടേന്ന് നമ്മളല്ലേ തീരുമാനിക്കുന്നത്. ചേട്ടൻ വിളിച്ചില്ലേ അമ്മേ? ഒത്തിരി പ്രാവശ്യം വിളിച്ചിരുന്നു. ഇപ്പോഴും കാര്യങ്ങളൊക്കെ അവനല്ലേ നടത്തുന്നത്. നിന്റെ ഫ്ളാറ്റിന്റെ കാര്യവും സ്ഥലത്തിന്റെ കാര്യവും ഒക്കെ യതീന്ദ്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഏതെങ്കിലും വരുമോ? വൈകുന്നേരം വരും. അവളിപ്പോഴും ഹോസ്പിറ്റലിലാണോ? എന്തോ കുഴപ്പമുണ്ടെന്നാ തോന്നുന്നത്. കുഞ്ഞിനെങ്ങാനും ജീവനോടെ കിട്ടുവോ ആവോ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ചെന്നിട്ടേ രണ്ടെണ്ണം കൂടി ഇപ്പൊ തെക്ക് വടക്ക് നടക്കുക. മര്യാദയ്ക്ക് വീട്ടിലെങ്ങാനും നിന്നിരുന്നെങ്കിൽ ഇപ്പൊ കുഞ്ഞുങ്ങളുണ്ടായേനെ. നിങ്ങൾക്കും ഇതൊക്കെ ഒരു പാടവാ. അല്ല, ഇനി അതെങ്ങാനും മാസം തികയാതെ പെറുവോ? ആർക്കറിയാം. എന്നാലും ലോകത്ത് ഏതെങ്കിലും ഭർത്താക്കന്മാര് ആദ്യ രാത്രി തന്നെ വേലക്കാരിയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോവോ? ഇന്നലെ രാത്രി എനിക്ക് എങ്ങനെ വന്നറിയോ? അതിന് സുധീപേട്ടനും സങ്കടം ഉണ്ടമ്മേ. രാവിലെ എന്നോട് പറഞ്ഞു. ആരും ഇല്ലാത്തോണ്ടല്ലേ സുധീപേട്ടന് കൂടെ പോകേണ്ടി വന്നത്. നീ നോക്കിയും കണ്ടൊക്കെ നിന്നാ മതി. കാലം അങ്ങനത്തെയാ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഞാൻ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ. ചെല്, നിന്നോട് മിണ്ടുമായിരിക്കും. സുധീപേട്ട, എന്റെ അമ്മ എന്തൊരു പാവാണെന്നറിയോ? ശരിക്കും പാവാ. ഇന്നലെ സുധീപേട്ട കാര്യം പറഞ്ഞ രാത്രി ഒരുപാട് എന്നോട് വഴക്കിട്ടതാ. പക്ഷെ ഇപ്പൊ അമ്മ എന്താ പറഞ്ഞെന്നറിയോ? സുധീപേട്ടൻ ഇന്നലെ ശ്രുതിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് നന്നായി അമ്മ പറഞ്ഞ്. അമ്മായി അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. സുധീപേട്ടൻ ചെയ്തതൊരു കാരുണ്യ പ്രവൃത്തിയാണെന്ന് അമ്മ പറഞ്ഞു. പക്ഷെ ഇനി ആവർത്തിക്കണ്ട. അതും അമ്മായി പറഞ്ഞോ? അത് ഞാൻ പറഞ്ഞതാ. ഞാൻ അച്ഛനൊന്ന് നോക്കിയിട്ട് വരാം. നല്ല ഉറക്കമായിരിക്കും. അച്ഛന് നല്ല ക്ഷീണം കാണും. ഇഷ, തനിക്കിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കുറച്ച് വേദനയുണ്ട്. സുദീപ് ഇപ്പൊ എവിടെയാ? ഞാൻ ജയസുധര വീട്ടിലാ. ഞാൻ വരണം അങ്ങോട്ട്. വരണമെന്നില്ല. പിന്നെ സുദീപ് വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ബാഗിൽ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു. അത് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ ATM-ഉം ചെക്ക് ബുക്കും ഒക്കെ. ഇനിയിപ്പോൾ അത് വേണ്ട. ഞാൻ അരുൺ സാറിനെ കൊണ്ട് എന്തെങ്കിലും അറേഞ്ച് ചെയ്തോളാം. അതെന്തിനാ?
ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ സബിതയെടുത്ത് നോക്കില്ലേ? അത് വേണ്ട, അത് ശരിയാവില്ല. എന്തിനാ അത്തരത്തിലുള്ള കമ്മിറ്റ്മെന്റ്സ് ഒക്കെ? ഇപ്പൊ നിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ സബിതേച്ചി നഴ്സിനെ പറഞ്ഞേൽപ്പിച്ചിട്ട് പോയി. ആരും ഇല്ലല്ലേ ഇപ്പോ? സുദീപേ, വാ ചായ കുടിക്കാം. ഞാൻ പിന്നെ വിളിക്കാം. ശരി. ഹലോ സുദീപ്. വാ, ഞാൻ സബിതയെ വിളിച്ചു പറഞ്ഞോളാം. ഇനിയിപ്പോ നിങ്ങൾ നാളെ കഴിഞ്ഞ് ചെല്ലത്തുള്ളൂന്ന്. അല്ല, അതെനിക്കൊന്ന് പുറത്തുവരെ പോണായിരുന്നു. അത് കൊള്ളാം. വന്ന് കേറി ഉടനെ പുറത്തു പോവാനോ? അതെന്തൊരു പോക്കാത്. ഞാൻ വിളിച്ചു പറഞ്ഞോളാം അതൊക്കെ. അച്ഛന്റെ നിലയമേലെ അനുസരിച്ചുള്ള കല്യാണമല്ല ഇന്നലെ നടന്നത്. ആൾക്കാരൊക്കെ അന്തം വിട്ടു. അത്രയ്ക്ക് ആർഭാടമായിരുന്നില്ലേ? ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരവില്ല. ചിത്രഭാനുവിന് ഇത്രയും കാശോ? ഞാൻ എന്തു പറയും? പലരും വാവിട്ട് ചോദിച്ചു. ചിലരുടെ നോട്ടത്തിൽ നിന്നറിയാം. ഞാനൊരു കോടീശ്വരനായ മകന്റെ അച്ഛനാണെന്ന് പറയാൻ എനിക്ക് വയ്യ മോളെ. അതിലല്പം നാണക്കേടുണ്ട്. KSRTC ഡ്രൈവർ ചിത്രഭാനുവിന്റെ മകൾ ജയസുധയുടെ കല്യാണം എന്നല്ല പറഞ്ഞത്. കോടീശ്വരനായ മകൻ പ്രവീണിന്റെ പെങ്ങളുടെ കല്യാണം എന്നാ പറഞ്ഞത്. അച്ഛൻ എന്തിനാ തലകുനിക്കുന്നത്? ആരുടെയും കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടൊന്നും അല്ലല്ലോ ചേട്ടൻ ഈ കല്യാണം നടത്തിയത്. അതുകൊണ്ട് ആരും ആ പൈസ ചോദിച്ച് ഇങ്ങോട്ട് വരാനും പോകുന്നില്ല. ആർക്കറിയാം? ഇത്രയും പണത്തിന്റെ ഉറവിടം എന്താ? നീ ചോദിച്ചിട്ടുണ്ടോ അവനോട്? അവൻ ആധികാരികമായിട്ട് നിന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഇതിന്റെ വരവ് എങ്ങനെയാന്ന്? അതൊക്കെ നമ്മൾ നോക്കണോ അച്ഛാ? എല്ലാം ചേട്ടൻ അറിഞ്ഞു ചെയ്യുന്നതല്ലേ. അതാണ് അപകടവും. ഞാൻ അതല്ലേ അവനോട് ചോദിച്ചത്. എന്താ, ഏതാ, എത്രയാന്ന്? ചങ്കിക്കൊള്ളുന്ന വാക്കുകൾ എഴുതി വച്ച് അവൻ പോയി. എന്റെ ഒരു കൈ തളർന്ന പോലെ എനിക്ക് തോന്നിയത്. അവൻ എനിക്കൊന്നും തരണ്ട. വളയം പിടിക്കാൻ കഴിയുന്ന കാലത്തോളം ഞാൻ അവനെ നോക്കും. പിന്നെ ഈ സ്വത്തുക്കളും പണമൊക്കെ കൊടുക്കും. അവനെ എന്റെ കൺമുമ്പിൽ കണ്ടാ മതിയായിരുന്നു. അതെങ്ങനെയാ? അവന്റെ കൺമുമ്പിൽ ഞാൻ പെരുന്തച്ഛനല്ലേ? പെരുന്തച്ഛൻ. എന്റെ കല്യാണത്തിനെങ്കിലും ചേട്ടൻ വരുമെന്നാ ഞാൻ കരുതിയത്. ഒത്തിരി ആഗ്രഹിച്ചതാ ഏട്ടന്റെ കാലു തൊട്ട് അനുഗ്രഹം മേടിച്ചിറങ്ങണമെന്ന്. അത് അച്ഛൻ കാരണം മുടങ്ങി അല്ലേ? അതിന്റെ ദേഷ്യം നിന്റെ അമ്മയുടെ മുഖത്തും നിന്റെ മാമന്റെ വാക്കുകളിലും ഒക്കെ ഞാൻ കണ്ടു. പക്ഷേ എന്നെ മനസ്സിലാക്കാൻ, എന്റെ മനസ്സ് മനസ്സിലാക്കാൻ നിങ്ങളാരും ഇല്ല, ഞാനല്ലാതെ. അച്ഛ, ചേട്ടൻ ദൂരെ എങ്ങും പോയി കാണില്ല. വരും. നമ്മളെ ഒക്കെ കാണാൻ ഏട്ടൻ വരും. ഏട്ടൻ വന്നാ അച്ഛൻ ഏട്ടൻ ഈ വീട്ടിൽ കയറ്റുവോ? ഇനി അവനാണ് തീരുമാനിക്കേണ്ടത്. അത്ര കണ്ട് ബന്ധം മുറിച്ചു പോകാൻ ഞാൻ എന്താ മോളെ അവനോട് ചെയ്തത്? പറ. ഞാൻ അവനെ സ്നേഹിച്ചിട്ടില്ലേ? പിന്നെ അധികം ലാളിച്ചിട്ടില്ല. വഷളാവൂന്ന് കരുതിയ. അച്ഛന്റെ അതേ വാശിയായി ഏട്ടനും. അതിന്റെ ഇടയിലാ ഇപ്പൊ ഞാനും അമ്മയും. അതിനേക്കാളൊക്കെ എന്നെ വേദനിപ്പിച്ചത് എന്താന്നറിയോ? നിന്റെ അമ്മയുടെ മാറ്റം. എനിക്ക് ശക്തി തരേണ്ടവൾ ഇപ്പൊ എന്താ ചെയ്യുന്നേ? പണവും ആളും ഒക്കെ വന്നപ്പോ ഞാൻ പുറത്ത്. ഇങ്ങനെ മാറാൻ നിന്റെ അമ്മയ്ക്ക് കഴിയോ? നിന്റെ മാമൻ എവിടെയായിരുന്നു ഇത്രയും കാലം?
അത് അച്ഛന് മാമന് ഇഷ്ടമല്ലാത്തോണ്ട് തോന്നുന്നതാ. അതെന്തുകൊണ്ട് ഇഷ്ടമില്ലാതായി? നിന്റെ ചേട്ടനെ ഇങ്ങനെ ആക്കിയത് അവൻ ഒറ്റ ഒരുത്തനാ, വഷളാക്കിയത് അവനാ. ഇനി ഈ പടി ചവിട്ടില്ലെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയവനാ നിന്റെ അമ്മാവൻ. അതിന്റെ കാരണം നീ അമ്മയോട് ചോദിച്ചു നോക്ക്. കള്ള വക്കീലിന്റെ ബുദ്ധി കാണിച്ച് നിനക്കും നിന്റെ അമ്മയ്ക്കും കിട്ടേണ്ടിയിരുന്ന ലക്ഷക്കണക്കിന് സ്വത്ത് തട്ടിയെടുത്തവനവൻ. അത് ഞാൻ പറഞ്ഞപ്പോ എന്നെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കാൻ നോക്കി. ഇപ്പൊ കണ്ടില്ലേ കല്യാണത്തിന് മുന്നിൽ നിന്നത്? എന്തിനാ എന്തിനാ? എന്നെ തോൽപ്പിക്കാൻ. അതിന് നിങ്ങൾ അമ്മയും മക്കളും കൂട്ടുനിന്നു. അച്ഛാ, ഞാനിപ്പോ ഒറ്റയ്ക്കായി. ഒറ്റയ്ക്ക്. ആ പിന്നെ അച്ഛനൊരു സന്തോഷമുണ്ട്. അത്രയും നല്ലൊരു കുടുംബത്തിലേക്കാണല്ലോ നീ ചെന്ന് കയറിയത്. ഒത്തിരി നന്മകളും സ്നേഹവും ഒക്കെ നിറഞ്ഞ വീടാത്. അവിടെ നല്ലൊരു മരുമകളായി തീരേണ്ടത് മോളാ. അതെപ്പോഴും ഓർമ്മ വേണം. നിന്നെ എങ്ങനെ നല്ലൊരു വീട്ടിലേക്ക് പറഞ്ഞു വിടുമെന്ന് വിഷമിച്ചിരുന്നപ്പോ ദൈവത്തെ പോലെ വന്നവരവര്. ആ വലിയ മനുഷ്യരുടെ മുമ്പിലാ നീ നിന്റെ അമ്മയും ചേട്ടനും മാമനും ഒക്കെ ചേർന്ന് ആർഭാടമായിട്ട് ഉത്സവം നടത്തിയത്. അവർക്കത് എത്രമാത്രം വിഷമമുണ്ടാക്കിയെന്ന് അച്ഛനറിയാം. നിന്റെ അമ്മയുടെ വാക്കുകൾ കേട്ട് ഇനിയും അവരെ വേദനിപ്പിക്കരുത്. മകൾക്ക് അമ്മയുടെ ഉപദേശങ്ങളൊക്കെ വേണ്ടത് തന്നെയാ, പ്രത്യേകിച്ചും കല്യാണം കഴിഞ്ഞ്. അതിൽ നല്ലത് മാത്രം എടുക്കാൻ എൻ്റെ മോൾക്ക് കഴിയണം. അത്രേ അച്ഛന് പറയാനുള്ളൂ. നാളെ ഇതിന്റെ പേരിൽ കണ്ണീര് കുടിക്കരുത്. കാശും പണവും സ്വത്തും ഒന്നും അല്ല ജീവിതം തീരുമാനിക്കുന്നതും നിയന്ത്രിക്കുന്നതും. അതൊരിക്കലും മറക്കരുത്. അത് മറന്നാ പിന്നെ ജീവിതമേ ഇല്ല. അതൊക്കെ എനിക്ക് അറിയാം അച്ഛാ. ഞാൻ അതിനനുസരിച്ച് നിന്നോളാം. KSRTC ഡ്രൈവർ ചിത്രഭാനുവിന്റെ മകളാണെന്ന ബോധം എപ്പോഴും വേണം. അതല്ലാതെ ശതകോടീശ്വരനായ ഏട്ടന്റെ അനിയത്തി അല്ല എന്ന് ഓർക്കണം. അർഹിക്കാത്തത് ജീവിതത്തിൽ വരുമ്പോ ചിലരെല്ലാം മറക്കും. അതിലൊരാളാ നിന്റെ അമ്മ. ഇന്നലെ സുദീപ് വരാൻ ഒത്തിരി വൈകിയല്ലേ? മോള് വഴക്കിട്ടോ? ഒരു കണക്കിന് അത് ആരോരുമില്ലാത്തൊരു കുട്ടിയല്ലേ മോളെ. ഇന്നലെ ആണെങ്കിൽ രവിയുമില്ല. സുദീപ് ചെയ്തത് നന്നായി എന്നേ അച്ഛൻ പറയൂ. അതൊക്കെ ഞാനും സുദീപേട്ടനും ഇന്നലെ തന്നെ പറഞ്ഞു തീർത്തു അച്ഛാ. സുദീപേട്ടൻ ചെയ്ത് ശരി തന്നെയാ. എനിക്കറിയാം. അച്ഛൻ സുദീപേട്ടനെ കണ്ടില്ലല്ലോ ഇതുവരെ. വാ വാ അച്ഛാ. സുദീപേട്ടാ, സുദീപേട്ടാ. സുദീപേട്ടാ, നീ അച്ഛൻ വിളിക്കുന്നു. വാ. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകണം. ഇപ്പോഴോ? ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റിന്റെ അസോസിയേറ്റ് ഡിസൈനർ US പോവാ. അതുകൊണ്ട് അയാൾ പോയ പിന്നെ എനിക്ക് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഇപ്പൊ എങ്ങോട്ട് പോവാനാ? ഇപ്പൊ സിറ്റിയിൽ അയാൾ വന്നു. അയാളെപ്പോ വിളിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അയാളോട് ഇങ്ങോട്ട് വരാൻ പറ. ഇവിടെ ഉണ്ടല്ലോ സിസ്റ്റവും സൗകര്യവും ഒക്കെ. അതൊന്നും ശരിയാവില്ല, മോശല്ലേ? എന്നാ ഞാനും വരാം. എനിക്കിവിടെ ഞാൻ ഇപ്പൊ ബോറടിക്കും വരാം. സുദീപേട്ടാ. പ്ലീസ് സുധാ. ഓക്കെ പ്ലീസ്. എന്താ, ഞാൻ വേഗം വരാം. അച്ഛൻ വിളിക്കുന്നു. അച്ഛാ, ദേ സുദീപേട്ടൻ. രവി സാഹിത്യ സമ്മേളനത്തിന് പോയിട്ട് തിരിച്ചെത്തിയോ? ഇല്ല, നാളെ വരുള്ളൂ. ആ, സബിത കോളേജിൽ പോയി തുടങ്ങിയോ? ഇല്ല, തിങ്കളാഴ്ച പോകുന്നുള്ളൂ. ഒരാഴ്ചയായിട്ട് ലീവായിരുന്നു. പിന്നെ ഇപ്പോ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. ആ, ഇനിയിപ്പോ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? ലീവായിരിക്കും ഇനി. അല്ല, ലീവ് എടുത്തല്ലേ പറ്റൂ. ആ, ശ്രുതിയുടെ അവസ്ഥ എന്താ? അത് കുറച്ച് ഇപ്പോഴും ICUല അച്ഛാ. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നോക്കാൻ. അരുൺ സാറും സ്റ്റാഫൊക്കെ ഉണ്ട്. സഭയേച്ചി ഇടയ്ക്ക് പോകുന്നുണ്ടല്ലോ. എന്തോ കോംപ്ലിക്കേറ്റഡ് ആണെന്നാ തോന്നുന്നത്. നേരായ വഴി കൂടെ അല്ലാത്തതൊന്നും നേരായി വരില്ലല്ലോ. എന്തോ പറഞ്ഞേ? നേരായ വഴിക്കല്ലാത്തതൊന്നും നേരായി വരില്ലല്ലോന്ന്. അതങ്ങനെ വരൂ. അച്ഛാ, സുദീപേട്ടനൊന്ന് പുറത്തേക്ക് പോണെന്ന്. ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞതാ. കേൾക്കുന്നില്ല. അയ്യോ, അതെന്താ മോനെ? അത് എന്നെ വെയിറ്റ് ചെയ്ത് കുറച്ച് ഫ്രണ്ട്സ് നിൽക്കുന്നുണ്ട്.
കുറച്ച് അർജന്റാ. അപ്പൊ ഞാൻ പോയിട്ട് വേഗം തിരിച്ചു വരാം. മോളെ ഒരു ജോലി കാര്യത്തിന് പോവല്ലേ, തടയണ്ട, പോയിക്കോട്ടെ. ചെയ്യേണ്ട കാര്യങ്ങള് ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. മോൻ ചെല്ല്. പോയിട്ട് വരാം. വാ സുദീപേട്ട. നീ കുറച്ചു മുമ്പ് എന്തുവാ പറഞ്ഞേ? നേരായ വഴിക്കല്ലാത്തതൊന്നും നേരായി പിറക്കില്ലെന്നല്ലേ? നീ ആരെ ഉദ്ദേശിച്ചാ പറഞ്ഞത്? ഇവിടെ നേരായ വഴിക്കല്ലാതെ ആരടി ജീവിക്കുന്നേ? നിന്റെ മകനല്ലാതെ. അവനല്ലേ വഴിയറിയാതെ സമ്പാദിക്കുന്നതും ജീവിക്കുന്നതും. ഓരോന്നൊക്കെ പറയുമ്പോഴേ ആലോചിക്കണം. ഞാൻ നിങ്ങളെ നിങ്ങളുടെ മോനെ ഒന്നും ഉദ്ദേശിച്ചില്ല. അത് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവുകയും ചെയ്തു. നിങ്ങൾക്കും മനസ്സിലായി കാണുമല്ലോ എന്താ ഏതാന്നൊക്കെ. അത്രേ ഉള്ളൂ. വേഗം വരണം. ഓക്കെ, ബൈ ബൈ. ആ അതേടി പോത്തെ, ഞാൻ ഹോസ്പിറ്റലാടി. എനിക്ക് ഡ്യൂട്ടി ആടി. സുദീപിന് ഡ്യൂട്ടി, അരുൺ തോമസിന് ഡ്യൂട്ടി, പിന്നെ ഈ സിറിലിന് ഡ്യൂട്ടി. അവനെ ഇന്ന് അവൻ്റെ അമ്മച്ചിയുടെ മുന്നിലിട്ട് ഞാൻ പൂട്ടുപടി. ഞാനേ അമ്മച്ചിയെ പള്ളിയിൽ പോയി കണ്ടായിരുന്നു. ഇനി എന്താ നടക്കാൻ പോകുന്നതെന്നൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞോളാം. അതാ വരുന്നുണ്ട്, നീ വെച്ചോ, ഞാൻ വിളിക്കാം. അമ്മച്ചേ, അവന്റെ വണ്ടിയാണല്ലോ കിടക്കുന്നത്. ഇന്നല്ലാതെ അരുണിന്റെ വണ്ടിയാ. അവനിവിടെ എത്തിയിട്ടുണ്ടല്ലേ? എന്നോടിപ്പോ വിളിച്ചപ്പോ പറഞ്ഞത് എന്താണെന്നറിയോ? അവൻ വലിയൊരു മീറ്റിംഗിലാ. എന്തോ ഒരു പാർക്കില്ലേ, എന്താ ഇൻഫോ പാർക്കില്. അതിന്റെ മീറ്റിംഗിലാ. മന്ത്രിമാരുടെ നടുവിലായിരിക്കുന്നേന്ന്. അവനിവിടെ ഉണ്ടോ അമ്മച്ചി? ഞാൻ ഇന്ന് പൊളിച്ചുതരാം അവന്റെ കള്ളക്കളി. നീ എന്ത് പൊളിച്ചാലും വേണ്ടില്ലാട്ടാ. ഇന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഡാ, നീ പറഞ്ഞ അവനോട് ഞാൻ വരണ കാര്യം. ഹേയ്, ഞാൻ പറഞ്ഞൊന്നുമില്ല. അവനൊന്ന് ഞെട്ടട്ടെ എന്ന് കരുതി. എന്നിട്ട് വേണം ആലെങ്കിൽ അച്ഛനെയും അവന്റെ കൊച്ചാപ്പനെയൊക്കെ ഒന്ന് വിളിച്ച് പറയാൻ. ഞായറാഴ്ച വീട്ടിലേക്ക് വരാനേ. അത് വേണം വാ. എടാ, ശ്രുതി എവിടെയാ? വാ അമ്മച്ചി, വാ, അങ്ങോട്ട് പോവാം. വാ, അമ്മച്ചി ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ശ്രുതി എവിടെയാ? നമുക്ക് അങ്ങോട്ട് പോവാം. വാ, അമ്മച്ചി ഇവിടെ ഇരിക്കുന്നേ. നമുക്ക് അങ്ങോട്ട് പോവാന്ന്. നീ ഇങ്ങോട്ട് വന്നേ. അമ്മച്ചി, അത് ശ്രുതി ICUലല്ലേ. അപ്പൊ പിന്നെ പെർമിഷൻ എടുക്കാതെ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുമോ? ആരാടെ ഈ പെർമിഷൻ വാങ്ങാനൊക്കെ നിൽക്കുന്നേ? നിനക്ക് പെർമിഷൻ വേണോ? ഞാൻ വാങ്ങിച്ചു തരടാ. വാ. എന്റെ അമ്മച്ചി, ആശുപത്രിക്ക് അതിൻ്റെതായ ഫോർമാലിറ്റീസ് ഇല്ലേ? അമ്മച്ചി അവിടെ നിന്ന് അവനെ ഒന്ന് വിളിച്ചു നോക്കിയേ. ഞാൻ അങ്ങോട്ട് പോയിട്ട് സിറ്റുവേഷൻ നോക്കിയിട്ട് വരാന്നേ. ഇരിക്കമ്മച്ചി, ഇരിക്കുന്നേ. ഞാനിപ്പോ വരാം. ഞാൻ എന്താ വരുന്നു. പോയിട്ട് വാ. ഒരു കോഫി വേണം. ഷുഗർ ഒന്നും ഇടണ്ട. ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിയാൽ മതി. ക്യാൻറ്റീനോടെ താഴെ സെക്കൻഡ് ഫ്ലോറിലാ. ഇപ്പൊ കൊണ്ടുവരാട്ടാ. അമ്മച്ചി, നീ ഇതെവിടെയാടാ? ഞാനിവിടെ മീറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള അമ്മച്ചി. എവിടെയാടാ മീറ്റിംഗ്? ഇൻഫോ പാർക്കിലാ? ഇൻഫോ പാർക്കിന്റെ. ഇനി പോന്ന വഴിക്ക് കുഴിമറ്റം ട്രേഡേഴ്സിലൂടെ ഒന്ന് കയറണം. ഓ, കുഴിമറ്റം ട്രേഡേഴ്സിൽ കയറണോ? അപ്പൊ നിനക്ക് വലിയ തിരക്കാണല്ലോ. കാണാൻ കിട്ടില്ല. എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സൈറ്റിലൂടെ കയറിയിട്ടേ ഞാൻ വരുള്ളൂ. നീ ഇന്നലെ രാവിലെ പോയതാണ് കേട്ടാ. എന്നെ കണ്ണു ഡോക്ടറെ കാണിക്കുക, പള്ളി പോകുമ്പോ കൂടെ വരാന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അങ്ങോട്ട് വന്ന് കാണേണ്ടി വരുമോ? നീ ഇന്ന് ഓഫീസിൽ പോയില്ല? ഇല്ല അമ്മച്ചി, ഇനി വൈകുന്നേരം പോണുള്ളൂ. ശ്രുതി എവിടെ? ശ്രുതി ലീവാണ് അമ്മച്ചി. കൂട്ടുകാരുടെ കല്യാണമായിരുന്നല്ലേ, ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് എത്തിക്കൊള്ളാം. ഞാൻ നിക്കണോ അതോ പോണോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. വേണ്ട അമ്മച്ചി, അമ്മച്ചിനി നിന്നിട്ട് കാര്യമില്ല. എനിക്കൊത്തിരി പണിയുണ്ട്. അമ്മച്ചി കുർബാന കഴിഞ്ഞിട്ട് നമ്മുടെ കറിയാച്ചിന്റെ കൂടെ കയറി പോയിക്കോ. ഞാൻ ആരുടെ കൂടെ പോണോന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാട്ടാ. നിനക്കിപ്പോ ഭയങ്കര തിരക്കാണല്ലോ. നീ പൊക്കോടാ. എന്നാ ശരി അമ്മച്ചി.
ഞാൻ അങ്ങോട്ട് വിളിക്കാം വെച്ചോട്ടാ. അരുൺ തോമസ് സാറേ, അമ്മച്ചിയുടെ കുർബാന കഴിഞ്ഞിട്ട് നീ വേറെ ശവടക്കിന് പോയിരിക്കുകയാണെന്ന് പാവ അമ്മച്ചിക്ക് അറിയാലല്ലോ. ഏയ്, എന്താ ഇത്? ചായ ഫ്ലാസ്കോ? അവക്ക് ചായ വാങ്ങാനായിരിക്കും. നിനക്കിപ്പോ എന്താ വേണ്ടേ? എനിക്ക് ചായ ഒന്നും വേണ്ട. പക്ഷെ നിന്നെ കാണാൻ വേറൊരാൾ വന്നിരിപ്പുണ്ടേ. നിനക്ക് വേണ്ടപ്പെട്ട ഒരാളാ. നമുക്ക് അവർക്കൊരു ചായ വാങ്ങിച്ചു കൊടുത്താലോ? എന്താ? പാടാ വാ. എങ്ങോട്ടാ പോന്നേ? എങ്ങോട്ടാ? ഇവിടെ വാന്നേ. ചെന്ന് നോക്കടോ, അപ്പ കാണാൻ ആരാന്ന്. വാ വന്നേ. അവിടെ അല്ല, ദേ അവിടെ. കണ്ടോ? കണ്ടോ? എടാ അവറാച്ച, നീ ഞായറാഴ്ച വീട്ടിലേക്ക് വരണേ. അതൊരു കല്യാണത്തിന്റെ കാര്യമാണ്. ആരെങ്കിലും അച്ഛനെയും കൂട്ടി നീ അങ്ങോട്ട് വന്നാ മതി. കണ്ടോടാ? നിന്നെ കാണാതെ വിഷമിച്ച് അന്വേഷിച്ചു വന്നേക്കോ അമ്മച്ചി. കൊരട്ടിമുത്തിയുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് നീ പ്രാർത്ഥിപ്പിക്കാമെന്ന് നീ വാക്കുകൊടുത്തല്ലേ അമ്മച്ചിക്ക്? അല്ലേ? എന്നിട്ട് ആ അമ്മച്ചിയെ പറഞ്ഞു പറ്റിച്ചു. പാവം, അവരൊറ്റയ്ക്ക് പോയി നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ കെട്ടിക്കൊണ്ടുവരാൻ പോകുന്ന പെണ്ണിന് വേണ്ടിയും പ്രാർത്ഥിച്ചു കാണും. എന്നെ കണ്ടപ്പോൾ എൻ്റെ കൂടെ ഈ പോരുന്നു, നിന്നെ കാണാൻ വേണ്ടി. ചെല്ലടാ, ചെന്ന് വിളിച്ചോണ്ടുപോയി 7 മാസം ഗർഭിണിയായ നിന്റെ കാമുകിയായ ഭാര്യയാവാൻ പോകുന്ന പെണ്ണിനെ കാണിച്ചു കൊടുക്കടാ. നീ ഇങ്ങനെ ഓടിക്കിടന്ന് കഷ്ടപ്പെടുന്ന എന്തിനാ? അമ്മച്ചിയോടൊരു വാക്ക് പറഞ്ഞ പോരെ? അമ്മച്ചി ഓടി വരും മോനെ, ചെല്ല്. നീ എന്തിനാടാ ഓടിക്കിടന്ന് കഷ്ടപ്പെടുന്നേ? എടാ, അവര് നോക്കട്ടാ, ചെല്ലടാ. നീ കെട്ടിക്കൊണ്ടുവരാൻ പോകുന്ന പെണ്ണെ പ്രസവിക്കാൻ മുട്ടി നിൽക്കുകയാണെന്ന് അമ്മച്ചി അറിയുന്ന ഒരു നല്ല കാര്യമല്ലേ? നമ്മുടെ കുടുംബ മഹിമ നമുക്കൊന്ന് ആഘോഷിക്കാടാ. ചെല്ല്. ചെല്ലെന്നേ. സെറിലെ പ്ലീസ്. എൻ്റെ അമ്മച്ചിക്ക് 2 അറ്റാക്ക് കഴിഞ്ഞതാ. മരുന്നിന്റെ ബലത്തിൽ അവർ ജീവിച്ചിരിക്കണേ. പ്ലീസ് പ്ലീസ് ടാ. മതി 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 മതി. നിന്റെ കണ്ണൊന്ന് കലങ്ങിയല്ലോ. നിന്റെ അമ്മച്ചി ഓർത്ത് നീ ഇത്രയും വേദനിച്ചല്ലോ. ഈ ഒരു നിമിഷം ഞാൻ വിചാരിച്ചാൽ മതി, നിന്റെ അവളുടെയും ജീവിതം പെരുവഴിയിലാവും. വിചാരിക്കട്ടെ. ഇഷാരവിന്ദനെ കൊണ്ട് നീ നിന്റെ അമ്മച്ചിയുടെ മുമ്പിൽ പറയിപ്പിക്കണം. നീ പറഞ്ഞാൽ പോരാ, അവള് നിന്റെ അമ്മച്ചിയുടെ മുമ്പിൽ പറയണം. അവളുടെ വയറ്റിൽ വളരുന്നത് ചട്ടുവാക്കളം തോമസിൻ്റെയും ഈ ഇരിക്കുന്ന ലില്ലിക്കുട്ടിയുടെയും മകനായ ഈ അരുൺ തോമസിൻ്റെ കുഞ്ഞാണെന്ന്.